ഒന്ന് ഹർഷ, ഞാൻ സുരേന്ദ്രനെ കുറിച്ച് സമയം കൊടുത്തു. ഞാൻ പറയുന്നതിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത ബുദ്ധിമുട്ട്, ഹർഷം കയറി ഇടപെട്ട ബുദ്ധിമുട്ടാണ്. ഈ ബാഹുബലി സിനിമ അവസാനിച്ചതുപോലെ ഇരിക്കും, പിന്നെ എന്താ ഏതാ എന്ത് എന്നുള്ളതിൻ്റെ സംശയമായിരിക്കും. അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. ഒന്ന് കേരളത്തിൻ്റെ പുറത്ത് ഒരു തരത്തിലുള്ള അക്രമവും നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ആഫീസ് എത്ര തവണ അവർ ആക്രമിച്ചു? CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി ആഫീസ് തിരുവനന്തപുരത്തല്ല, ഡൽഹിയിലാണ്. RSSൻ്റെ അവിടുത്തെ സാധാരണ പ്രവർത്തകൻ്റെ കണ്ണ് തുണി കൊണ്ട് കെട്ടിയാൽ പോലും ആ വഴി എവിടെയൊന്ന് കണ്ടെത്തും. അത്ര തവണ ആ ആഫീസിൽ പോയി അക്രമം നടത്തിയിട്ടുണ്ട്. കർണാടകയുടെ സംസ്ഥാന കമ്മിറ്റി ആഫീസ് ബാംഗ്ലൂരിലാണ്. ഞാൻ ഒരുപാട് തവണ പോയ സ്ഥലമാണ്. മനോഹരമായൊരു ഓഫീസാണ്. ആ ഓഫീസ് ആക്രമിച്ചില്ലേ? അപ്പോൾ പുറത്തതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് തെറ്റ്. 2, പുറത്ത് ഇവരെന്താ ചെയ്യുന്നത്? ഗുജറാത്തിൽ ഇവരാരെയാണ് കൊലപ്പെടുത്തുന്നത്? മതന്യൂനപക്ഷങ്ങളെ. ഉത്തർപ്രദേശിൽ കൊലപ്പെടുത്തുന്ന ആരെയാണ്? അഖിലാഖ് ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളെ. അവിടെ CPIM കേരളത്തിൻ്റെ അത്ര സ്വാധീനമില്ലാത്തതാണ് അതൊരു പ്രശ്നം. സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം കൊലപ്പെടുത്തുക ആരെയാണ്? CPM-കാരെയാണ്. കേരളത്തിൽ എന്തുകൊണ്ടാണ് CPM-കാരെ ആക്രമിക്കുന്നത്? കേരളത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി CPIMൻ്റെ സാന്നിധ്യം ശക്തമായി ഉണ്ട്. അപ്പോൾ CPIM ദുർബലപ്പെട്ടാലേ അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇവർക്കൊരു തത്വശാസ്ത്രം ഉണ്ടല്ലോ. 3 M's ആണ് ഇവരുടെ ശത്രുക്കൾ, 3 M'കൾ. അതിൽ ഒന്നാമത്തത് മാർക്സിസ്റ്റ്, രണ്ടാമത്തത് മുസ്ലിംസ്, മൂന്നാമത്തെ മിഷനറീസ്. ഇവർ പഠിച്ച തത്വശാസ്ത്രം ഇവരുടെ തലവൻ എഴുതിയ പുസ്തകത്തിലുള്ളതല്ലേ. മാർക്സിസ്റ്റ് ഉള്ളിടത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളും. മാർക്സിസ്റ്റ് ദുർബലപ്പെടുന്നിടത്ത് 2ാം ഘട്ടം മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർണാടകയിലൊക്കെ മാർക്സിസ്റ്റ് പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൻ്റെ അത്ര ശക്തമല്ല. അതുകൊണ്ട് അവരവിടെ കശാപ്പ് ചെയ്യുന്ന വേറെ ആളുകളെ, അവിടെ ശക്തമാണെങ്കിൽ അവിടെയും ഞങ്ങൾ തട്ടും. അപ്പോൾ 2 പോയിന്റ് സുരേന്ദ്രൻ പറഞ്ഞ് തെറ്റാണ്. 1, കേരളത്തിന് പുറത്ത് അക്രമം നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആഫീസുകൾ ആക്രമിച്ച ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. 2, കേരളത്തിന് പുറത്ത് ആളുകളെ കൊല്ലുന്നില്ലെന്ന് പറയുന്നത് തെറ്റാണ്. കേരളത്തിന് പുറത്ത് ആളുകളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇന്ന് ഇവരുടെ ദേശീയ അധ്യക്ഷൻ. വംശീയതയ്ക്ക് നേതൃത്വം കൊടുത്തയാൾ. അന്ന് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഇന്നത്തെ പ്രധാനമന്ത്രി. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ദയവേത് സുരേന്ദ്രൻ ഇത് പറയരുത്. ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, സുരേന്ദ്ര, കാലം മാറുകയാണ്. നിങ്ങൾ ഈ ധാർഷ്ട്യം, ധിക്കാരം അല്ലെങ്കിൽ ആളെ ശരിപ്പെടുത്തുമെന്ന് നിങ്ങളെന്നല്ല, നാളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തുള്ളവർ പറഞ്ഞാലും ജനം അംഗീകരിക്കില്ല. ജനം അത് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സാമൂഹിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അവരുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് സഹിഷ്ണുതയോടുകൂടി കൈകാര്യം ചെയ്യണം. അസഹിഷ്ണുതയോടുകൂടി ഞങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ തെറ്റാണ്. ഞങ്ങളങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റാണ്, തിരുത്തപ്പെടേണ്ടതാണ്. എന്നാൽ ഞങ്ങളുടെ നിലപാടതല്ല. സുരേന്ദ്രനെ പോലെ ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാർ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ എനിക്ക് പറഞ്ഞൂടെ, മുഖ്യമന്ത്രി അവിടെ തൊട്ടാൽ ഇവിടെ ഒറ്റയൊന്നിനെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞൂടെ? ഞാൻ പറയുന്നില്ല. കാരണം അത് ശരിയായ രാഷ്ട്രീയമല്ല. അത് ജനം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയമല്ല. അത് സഹിഷ്ണുതയുടെ രാഷ്ട്രീയമല്ല. അത് ജനാധിപത്യം അംഗീകരിക്കുന്ന രാഷ്ട്രീയമല്ല. ആ രാഷ്ട്രീയത്തോട് യോജിക്കാൻ പറ്റില്ല. പിന്നെ പരിഹാസമുണ്ടാകും, വിമർശനം ഉണ്ടാവും, പലതും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ പരിഹാസത്തെ, വിമർശനത്തെ പോസിറ്റീവായി എടുക്കുക. അതിനെങ്ങനെ അസഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യുക? മുഖ്യമന്ത്രി പിണറായി വിജയനെ മംഗലാപുരത്ത് അവിടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടല്ലല്ലോ പോലീസ് അവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ എന്താ? ഞാൻ തിരിച്ചു വന്നിട്ട് അഭിപ്രായം പറയാം. അതല്ലേ അദ്ദേഹത്തിൻ്റെ പക്വമായ നിലപാടല്ലേ? അവിടെ എന്താ നടക്കുന്ന നോക്കട്ടെ, എന്നിട്ട് ഇവിടെ വന്ന അഭിപ്രായം പറയാം എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് മാതൃകാപരമാണ്, പക്വമാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ ഗോപാലകൃഷ്ണനെതിരെ നടപടി ആവശ്യപ്പെടണം. അത് ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഇത്തരം പ്രസംഗം നടത്തുന്നവരെയല്ല സുരേന്ദ്രൻ പിന്തുടരേണ്ടത്. കാലം ആഗ്രഹിക്കുന്ന സഹിഷ്ണുതയാണ് പിന്തുടരുന്നത്. സ്വാഭാവികമായിട്ട് സുരേന്ദ്രന് പറ്റില്ല. കാരണം സുരേന്ദ്രന്റെ പ്രസ്ഥാനത്തിന്റെ തത്വശാസ്ത്രം അത് അനുവദിക്കില്ല. അല്ല, പൾസർ സുനി കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പറയുന്നത് പോലെയാണ് ഒരു കോൺഗ്രസ് നേതാവ് കൂട്ടക്കൊലക്കും കൊലപാതകത്തിനെതിരെ പറയുന്നത്. ഡൽഹി ഇവരുടെ ശക്തി കേന്ദ്രമായപ്പോൾ പാവപ്പെട്ട സിഖുകാരെ ഒന്നായി ചുട്ടുകൊന്ന കൾച്ചറുള്ളവരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകം നേതൃത്വം കൊടുത്ത കോൺഗ്രസ്സാണ്. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകത്തിന് ആദ്യം കൊലപ്പെടുത്തിയ മൊയാർത്ത് ശങ്കരനെ കൊലപ്പെടുത്തിയ കോൺഗ്രസ്സാണ്. കേരളത്തിലൊരു MLA കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഖാവ് കുഞ്ഞാലിയെ കൊലപ്പെടുത്തിയ കോൺഗ്രസ്സാണ്. കേരളത്തിലൊരു മുന്നണി കൺവീനർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അഴീക്കോടൻ രാഘവൻ. കേരളത്തിലൊരു വിദ്യാർത്ഥി നേതാവ് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, KV സുധീഷ്. അപ്പം ഇതാണ് BJPയുടെ കരുത്ത്. അവസാന റൗണ്ടിൽ BJPക്ക് വേണ്ടി വക്കാലത്തെടുക്കാൻ കോൺഗ്രസ് വിഷ്ണുനാഥിനെ പോലെയുള്ള കോൺഗ്രസ്സുകാർ വരും എന്നുള്ളതാണ് BJPയുടെ കരുത്ത്. വിഷ്ണുനാഥല്ല, KPCC ഒന്നാകെ